വിട്ടിറങ്ങും സത്യം മലരായി ഇതൾ വിടർത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനൊരാളുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനൊരാളുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല. അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. സത്യം സത്യമാ. ദൈവത്തിൻ്റെ വചനം ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി തീർക്കുന്നതാണ്. ഇതുപോലെ മനുഷ്യജീവിതങ്ങളെ സ്വാധീനിക്കുന്ന, ഇതുപോലെ മനുഷ്യജീവിതങ്ങൾക്ക് ആശ്വാസം വരുത്തുന്ന മറ്റൊരു ഗ്രന്ഥം ചരിത്രത്തിൽ ഏതാണുള്ളത്? ഈ പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഏത് മനുഷ്യനും
വളരെ അതിശയകരമാവണ്ണം രൂപാന്തരത്തിന് വിധേയപ്പെടും എന്നത് ചരിത്രം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന വിലയേറിയതായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ കൊടുക്കണം എന്ന് ദയവായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു ആശയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കാത്ത, ചർച്ച ചെയ്യാത്ത ജനപദങ്ങൾ ലോകത്തിലില്ല. ലോകത്തിൽ ഏത് രാജ്യങ്ങളിൽ ചെന്നാലും, ഏതേത് ജനപദങ്ങളുടെ ഇടയിൽ ചെന്നാലും, ഏത് മതസമൂഹങ്ങളുടെ ഇടയിൽ ചെന്നാലും, ഇനി പരിഷ്കൃതരോ അപരിഷ്കൃതരോ ആയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ചെന്നാലും അവിടെ വിശ്വാസത്തിന് ഒരു വലിയ പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മനുഷ്യരെ സാധാരണ വിശ്വാസം എന്നുള്ള വാക്ക് ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ശരിക്കും അതിൻ്റെ ആശയം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പലർക്കും നിശ്ചയമില്ല. വിശ്വാസത്തിൻ്റെ ഒരു നിർവചനം ഞാൻ എൻ്റെതായ നിലയിൽ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനമായ വേദപുസ്തകം, വിശേഷിച്ച് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായ, സുവിദിതമായിരിക്കുന്ന ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുൻപിലുള്ള കാര്യങ്ങളെ അംഗീകരിക്കുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ വിഷയം വെളിപ്പെടുത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം തൻ്റെ വെളിപ്പാടുകൾ മനുഷ്യവർഗത്തോട് അറിയിക്കുന്ന സമയത്ത് അതിനോട് നാം കാണിക്കുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ക്രിയാത്മകമായിരിക്കുന്ന പ്രതികരണത്തെയാണ് വാസ്തവത്തിലെ വിശ്വാസം എന്ന് പറയുന്നത്. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞു. അബ്രഹാം അത് വിശ്വസിച്ചു. എങ്ങനെ നമുക്കറിയാം? ആ വെളിപ്പാടിനോട് അബ്രഹാം വളരെ ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. താന് തൻ്റെ ദേശം വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് തൻ്റെ ഭാര്യയോടും മറ്റ് പ്രിയപ്പെട്ടവരോടും കൂടെ യാത്ര ചെയ്തതിൻ്റെ മനോഹരമായിരിക്കുന്ന ചരിത്രം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാം. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും ദൈവം വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന വെളിപ്പാടുകളോട് നമ്മളെടുക്കുന്ന ഒരു പോസിറ്റീവായിരിക്കുന്ന സ്റ്റെപ്പാണ് വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തെക്കുറിച്ച് ലോകത്തിൽ തത്വചിന്തകന്മാരുടെയും വേദശാസ്ത്രികളുടെയും ഒക്കെ ഇടയിൽ പല വിധത്തിലുള്ള ആശയങ്ങളുണ്ട്. അപ്പോൾ പല ആളുകളും അതിനെക്കുറിച്ച് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന അടിച്ചേൽപ്പിക്കുന്നതാണ്. ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ പറയുന്നത് സ്കൂളുകളിലും കോളേജുകളിലും കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ ആളുകളെ പറഞ്ഞ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരുടെ ഉള്ളിൽ ഉറപ്പിച്ചു കൊടുക്കുന്ന ആശയമാണ് ദൈവവിശ്വാസം എന്ന് പല ആളുകൾ പറയാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അതല്ല. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ദൈവത്തിലെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് പറയുന്നത് വിശ്വാസം മനുഷ്യനിൽ സഹജമായിട്ടുള്ളതാണ്. അവൻ ജനിക്കുമ്പോൾ തന്നെ, അവൻ ഉരുവാകുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു വശം പറഞ്ഞാൽ, ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചാൽ അവൻ്റെ കയ്യൊപ്പ് ആ ചിത്രത്തിലുണ്ട്. അത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് പോലെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കയ്യൊപ്പ് മനുഷ്യന്റെ ഹൃദയത്തിൽ, അവൻ്റെ ആത്മാവിൽ രൂഢമൂലമായിട്ടിരിക്കുന്നു. അതിനെ മാറ്റിക്കളയാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തെങ്കിലെ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യർക്ക് കൃത്രിമമായിട്ടുണ്ടാകുന്ന ഒരു ആശയമല്ല, അത് വളരെ സഹജമായിരിക്കുന്ന ഒരു ആശയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് സഹജമാണ് എന്ന് വന്നാലും ഈ വിശ്വാസത്തെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ വിശ്വാസത്തെ എവിടെയാണ് ഉറപ്പിക്കേണ്ടത്? വിശ്വാസത്തിൻ്റെ നങ്കൂരം എന്ന് പറയുന്നത് എന്താണ്, എവിടെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വാസ്തവത്തിൽ വിശ്വാസത്തെ ഉറപ്പിക്കേണ്ടത് മാനുഷികമായിരിക്കുന്ന സങ്കല്പങ്ങളിലോ ആശയങ്ങളിലോ ഇസങ്ങളിലോ അല്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ആശയങ്ങൾക്കോ ഇസങ്ങൾക്കോ നമ്മളെ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ രക്ഷിക്കുവാനോ നമ്മെ ആശ്വസിപ്പിക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കേണ്ടത് വ്യക്തമായിരിക്കുന്ന ഒരു ദൈവാശ്രയത്തിലാണ്, അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിലാണ് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കേണ്ടത്. ദൈവത്തെക്കുറിച്ച് ശരിയായിരിക്കുന്ന ഒരു ധാരണ ഉണ്ടാകുകയും അത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ സ്വീകരിക്കുകയും ആ ദൈവത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം അതിൻ്റെ ശരിയായിരിക്കുന്ന അർത്ഥതലങ്ങളിലേക്ക് എത്തുന്നതും അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതും. ആധുനികരായിരിക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്
അവർക്ക് വിശ്വാസത്തിന് ഒരു 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 പോയിന്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആധുനികമായിരിക്കുന്ന പല ഇൻഫോ പാർക്കുകൾ, ടെക്നോ പാർക്കുകൾ, അതുപോലെ സ്മാർട്ട് സിറ്റികൾ, ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന അഭ്യസ്ത വിദ്യരായിരിക്കുന്ന 10,000-കണക്കിന് ചെറുപ്പക്കാരികളുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് ധാരാളം പണമുണ്ട്, അവർക്ക് ഒത്തിരി ആശയങ്ങളുണ്ട്. പക്ഷേ ഇവരുടെ ജീവിതങ്ങളോട് നമ്മൾ അടുത്ത് ചെന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, അവരുടെ ഹൃദയം എന്ന് പറയുന്നത് ശൂന്യമാണ്. യാതൊരു സന്തോഷവുമില്ല, യാതൊരു ആശ്വാസവുമില്ല. പലരും മദ്യത്തിന് അഡിക്റ്റാണ്, പലരും ഇമ്മോറലായിരിക്കുന്ന വഴികളിലാണ് ജീവിതത്തിന് സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇനിയും വേറെ ചില ആളുകൾ മയക്കുമരുന്നിനും മറ്റ് പല കാര്യങ്ങൾക്കും അവർ അഡിക്റ്റ് ആയിട്ടിരിക്കുന്നു. ഇനിയും വേറെ ചില ആളുകൾ ലോകം മുഴുവൻ യാത്ര ചെയ്യുകയാണ്. എന്തിനാ യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്ന ഒരു പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് ആധുനികരായിരിക്കുന്ന മനുഷ്യരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് പല കാര്യങ്ങൾ അനുകൂലമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും ഇല്ല എന്നുള്ളത് കൊണ്ട് അവരുടെ ഹൃദയത്തിൽ വലിയൊരു ശൂന്യതയുണ്ട്. ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ഫ്രഞ്ച് ഫിലോസഫറും മാത്തമാറ്റീഷ്യനുമായിരിക്കുന്ന ആൾ പറഞ്ഞു, ദൈവത്തെ കൊണ്ട് മാത്രം നികത്താനായിട്ട് സാധിക്കുന്ന ഒരു ശൂന്യത എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലുണ്ട്. വിദ്യാഭ്യാസം കൊണ്ടോ സംസ്കാരം കൊണ്ടോ ധനം കൊണ്ടോ ഒന്നും നമുക്കതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തോടുള്ള ബന്ധത്തിലൂടെ മാത്രമാണ് നമുക്കതിനെ പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും വേറെ ചില ആളുകളുടെ ട്രസ്റ്റ്, അവരുടെ ആശ്രയം എന്ന് പറയുന്നത് ദൈവത്തിലല്ല, മറ്റ് പല കാര്യങ്ങളിൽ, ഫിലോസഫികളിൽ ആശ്രയം വെച്ചിട്ടുള്ള ആളുകളുണ്ട്, രാഷ്ട്രീയത്തിൽ ആശ്രയം വെച്ചിട്ടുള്ള ആളുകളുണ്ട്, ധനത്തിൽ ആശ്രയം വെച്ചിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവര് നിരാശരാണ്, അവര് പ്രതീക്ഷയില്ലാത്ത മനുഷ്യരാണ്, അവരുടെ വാർദ്ധക്യം എന്ന് പറയുന്നത് സങ്കടകരമാണ്. പലപ്പോഴും വലിയ ഡിപ്രഷനിലാണ് ഇങ്ങനെയുള്ള പല മനുഷ്യരും ജീവിക്കുന്നത് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. വാസ്തവത്തിൽ വിശ്വാസത്തെ നാം ശരിയായി മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ആവശ്യം തന്നെ. ചില സ്നേഹിതന്മാരോട് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നവർ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് വിശ്വാസം തന്നെയാണോ എന്ന കാര്യം നാം പരിശോധിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അവിടെ എങ്ങനെയാണ് പറയുന്നത്, ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്. അപ്പൊ ഈ ആശയത്തെക്കുറിച്ച് ദൈവത്തിന്റെ ദാസന്മാര് പറയുന്നത് ഇത് ദൈവവിശ്വാസത്തെക്കുറിച്ചുള്ള ബുദ്ധിപരമായിരിക്കുന്ന ഒരു അംഗീകരണം മാത്രമാണ്. ഒരു ഇന്റലക്ച്വൽ ആസെന്റ് എന്നുള്ളതിനേക്കാൾ ഉപരി അത് ഹൃദയത്തിന്റെ ഒരു പ്രതികരണമായിട്ട് അത് കണക്കാക്കാനായിട്ട് വളരെ പ്രയാസമാണ്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സ്നേഹിതന്മാർ നമ്മുടെ ചുറ്റും ധാരാളമുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. ക്രൈസ്തവ ലോകത്തില് യേശുക്രിസ്തുവിനെ കുറിച്ച് ബുദ്ധിപരമായിരിക്കുന്ന അംഗീകരണം മാത്രമുള്ള ആളുകൾ ലക്ഷോപലക്ഷം വരും. അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താനോ അവരുടെ ഹൃദയത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുത്താനോ അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാനോ വാസ്തവത്തിൽ ഈ വിശ്വാസം കൊണ്ട് വലിയ പ്രയോജനം ഇല്ല. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവവിശ്വാസത്തെ പുതിയ നിയമ എഴുത്തുകാരെ വിശദീകരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന നിലയിലാണ്. ഒരിക്കല് പരീശന്മാരായിരിക്കുന്ന ആളുകള് കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തില് കർത്താവ് അതിന് ആൻസർ കൊടുത്തു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നത് അത്രേ. ദൈവം അയച്ച തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു യഹൂദന്മാരുടെ മുൻപിൽ ആളത്തുമായിട്ട് നിന്ന് സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന, അവരുടെ രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയാണ്, ദൈവം അയച്ചിട്ട് ലോകത്തിൽ വന്നതാണ് കർത്താവായ യേശുക്രിസ്തു. ആ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ ആശയം ലോകത്തില് അനേക മനുഷ്യരെ നെറ്റിചുളിക്കുന്ന ആശയമായിരിക്കാം. ഒരുപക്ഷെ അനേകർക്ക് തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും സാധ്യതയുള്ള ഒരു ആശയമായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി വളരെ വ്യക്തമായി പറയുന്ന, അടിവരയിട്ട് പറയുന്ന കാര്യമാണ്, ദൈവത്തിന് പ്രസാദം വരുത്തണമെങ്കിൽ മനുഷ്യന് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏറ്റവും മാന്യമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവം അയച്ച തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വാസത്തെ അർപ്പിക്കുക എന്നതാണ്. അതാണ് ദൈവത്തിന് പ്രസാദം വരുത്തുവാനായിട്ട് സാധിക്കുന്ന ഏക കാര്യം എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇതിനെക്കുറിച്ച് നമുക്കിങ്ങനെ പറയാം, ദിസ് ഈസ് ആക്ച്വലി ദ ഹാർട്ട് ഓഫ് ഗോസ്പൽ. സുവിശേഷത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്.
ലോകത്തിലെ ആളുകൾ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ക്രൈസ്തവ ലോകം എന്ന് പറയുന്നത് വലിയൊരു ലോകമാണ്. അതിൽ 100,000 പ്രീച്ചേഴ്സും വേദശാസ്ത്രികളും സഭകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒത്തിരി ആളുകൾ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി വാട്ട് ഈസ് ദ ഹാർട്ട് ഓഫ് ഗോസ്പൽ? സുവിശേഷത്തിന്റെ ഹൃദയം, അതിന്റെ കേന്ദ്രമായിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുന്നത് സുവിശേഷത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിനെ ഒഴിവാക്കിയാൽ ക്രിസ്തീയത ഇല്ല, ക്രിസ്തീയമായിരിക്കുന്ന സുവിശേഷം ഇല്ല എന്ന കാര്യം നാം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുതിയ നിയമത്തിലെ സുവർണ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണ് വാസ്തവത്തിലേത്. ദൈവം തന്റെ പുത്രനെ അയച്ചത് നമ്മെ രക്ഷിപ്പാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഏതെങ്കിലും ചില പ്രത്യേക വിഭാഗങ്ങളെ സ്നേഹിച്ചു എന്നല്ല പറയുന്നത്. ഈ ലോകത്തുള്ള മനുഷ്യരെ മുഴുവനും സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ട് നമ്മെ സ്നേഹിച്ചുകൊണ്ട് താൻ ചെയ്ത ഈ വലിയ പ്രവൃത്തിയാണ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രനായ യേശു ക്രിസ്തുവിനോട് ക്രിയാത്മകമായിരിക്കുന്ന ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് നാം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ വിശ്വാസം കൊണ്ട് മനുഷ്യർക്കുള്ള പ്രയോജനങ്ങൾ എന്താണ്? ഒന്നാമതായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്, വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് വിശ്വാസത്താൽ മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നതാണ്. വിശ്വാസത്താൽ മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിന് 30-31 വാക്യങ്ങൾ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ക്ലാസിക് എക്സാമ്പിളാണ്. അവിടെ ഒരു മനുഷ്യൻ, ജയിലറായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ IPS നിലവാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ മനുഷ്യൻ ആത്മഹത്യയുടെ ഒരു കോണിൽ എത്തിയിരിക്കുന്നു. അയാള് വിറച്ചുപോയി, അയാള് വല്ലാതെ ഭയപ്പെട്ടു പോയി. ആ മനുഷ്യൻ അപ്പസ്തോലന്മാരായിരിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ കാൽക്കൽ വീണ് ചോദിക്കുകയാണ്, സാറന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ എന്തൊക്കെയോ ചെയ്യണം എന്നൊരു നിലയിലാണ് ഈ മനുഷ്യൻ പറയുന്നത്. പക്ഷേ പൗലോസ് അപ്പസ്തോലൻ വളരെ ലളിതമായിരിക്കുന്ന ഒരു ഉത്തരം ഈ ജയിലറോട് പറഞ്ഞു, ഈ ജയിൽ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എത്ര സിമ്പിൾ ആയിരിക്കുന്ന ഒരു ആൻസറാണ്. ഒരുപക്ഷെ പറഞ്ഞാൽ ദ മോസ്റ്റ് സിമ്പിൾ ആൻസർ ഓർ ദ മോസ്റ്റ് സിമ്പിൾ മെസ്സേജ് എവർ എ മാൻ ക്യാൻ ഹിയർ. ഒരു മനുഷ്യന് കേൾക്കാനായിട്ട് സാധിക്കുന്നതിലേക്കും വെച്ച് ഏറ്റവും ലളിത സുന്ദരമായിരിക്കുന്ന സന്ദേശമാണ് ഇത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇത് അനേക മനുഷ്യർക്ക് സ്വാതന്ത്ര്യത്തിന്റെ വിളംബരമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അനേക മനുഷ്യർക്ക് ആശ്വാസത്തിന്റെ സന്ദേശമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലോകത്തില് എത്രയോ കുടുംബങ്ങളാണ് തകർച്ചയുടെ വക്കിലുള്ളത്, എത്രയോ മനുഷ്യരാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്, എത്രയോ മനുഷ്യരാണ് വലിയ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നത്, എത്രയോ മനുഷ്യരാണ് മദ്യപാനത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നത്, എത്രയോ ആളുകളാണ് മാനസിക രോഗത്തിന് വക്കിലെത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ മാനസിക ചികിത്സകൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരായിട്ടുള്ളത്. ഇങ്ങനെയുള്ള മനുഷ്യര് കർത്താവിനോട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തോട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ള വളരെ സന്തോഷകരമായ, ഹ്രസ്വമായിരിക്കുന്ന, പോയിന്റഡ് ആയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എനിക്ക് വളരെ വ്യക്തിപരമായി പരിചയമുള്ള ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു യുവാവായിരുന്ന കാലത്ത് വലിയ ഡിപ്രഷന് വിധേയപ്പെട്ടു. അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. തൻ്റെ വീട്ടിൽ തനിക്ക് സുരക്ഷിതത്വമൊന്നുമില്ല. തൻ്റെ മാതാപിതാക്കൾ തന്നെ അങ്ങേയറ്റം വിലമതിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. ധാരാളം അംഗങ്ങളുള്ള വളരെ സാധാരണമായിരിക്കുന്ന ഒരു കുടുംബം. താൻ ഒരുപക്ഷെ ആർക്കും വേണ്ടാത്ത ഒരാളാണ് എന്ന് തനിക്ക് തോന്നി. അദ്ദേഹം ഒരിക്കൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു താല്പര്യത്തിൽ ഒരു വനാന്തർ ഭാഗത്തേക്ക് പോവുകയും അവിടെ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷെ ആ പരിശ്രമത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുകയല്ലാതെ എന്ത് പറയാൻ, തനിക്ക് മരണത്തിന് വിധേയപ്പെടേണ്ട ആവശ്യം വന്നില്ല. താൻ എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം റോഡിലെത്തി. റോഡിൽ അദ്ദേഹത്തെ കണ്ട ആളുകൾ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചു. പിൽക്കാലത്ത് ഈ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം ഈ സുവിശേഷത്തെ കേട്ട സമയത്ത് തൻ്റെ വിഷാദം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തിൽ ദൈവവചനത്തിന്റെ രശ്മികൾ അങ്ങനെ വീഴുവാനിടയായി.
വിഷാദത്തിന്റെ ഖനീഭവിച്ച ഭാവങ്ങൾ ഉരുകിപ്പോവുകയും തൻ്റെ ഹൃദയത്തിൽ വലിയ സമാധാനവും ആശ്വാസവും വരാനായിട്ടിടയായി. താനങ്ങനെ തൻ്റെ ഹൃദയത്തെ തൻ്റെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കാനിടയായി. തൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് തീർന്ന, തനിക്ക് സമാധാനത്തെ വരുത്തി കൊടുക്കുവാൻ മനസ്സുള്ള യേശുക്രിസ്തുവിനെ ഈ പ്രിയ സ്നേഹിതൻ തൻ്റെ രക്ഷകനായി സ്വീകരിക്കുവാനായിട്ടിടയായി. അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്നതായ മാറ്റങ്ങളായിരുന്നു. തൻ്റെ വിഷാദം തന്നെ വിട്ട് മാറി താൻ ഒരു പുതിയ മനുഷ്യനായിട്ട് തീർന്നു. അദ്ദേഹം ജോലിക്ക് പോകാനായിട്ട് ആരംഭിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചു. സ്വന്തമായിട്ട് ഒരു കുടുംബം അദ്ദേഹം കെട്ടിപ്പടുക്കാനായിട്ട് ആരംഭിച്ചു. ആ വിവാഹ ബന്ധത്തിൽ ദൈവം തനിക്ക് മക്കളെ കൊടുത്തു. അവർ പഠിച്ച് മിടുക്കന്മാരായി തീർന്നു. ഇദ്ദേഹം ഇന്ന് വളരെ മനോഹരമായ നിലയിൽ പല ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത്, പലരോട് സുവിശേഷം പറഞ്ഞ്, തൻ്റെ ജീവിതത്തെക്കുറിച്ച് പലരോട് സാക്ഷ്യം പറഞ്ഞ് താൻ നല്ല നിലയിൽ പുരോഗമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. എൻ്റെ പ്രിയ സ്നേഹിത, ഏത് മനുഷ്യനെയും വ്യത്യാസപ്പെടുത്തുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, സമാധാനത്തിന്റെ പുതിയ അനുഭവങ്ങളിലേക്ക് നയിക്കുവാൻ ഈ കർത്താവിന് സാധിക്കും. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ രൂപാന്തരം വരുത്തുന്ന താക്കോലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസം ലോകത്തിലുള്ള എന്തെങ്കിലും സംഗതികളിൽ ഉറപ്പിക്കാതെ ജീവനുള്ള രക്ഷകനായിരിക്കുന്ന ക്രിസ്തുയേശുവിൽ ഉറപ്പിക്കുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം ഓരോരുത്തരെയും സഹായിക്കും. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. ലോകത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും വിശ്വാസം എന്നതുണ്ട് എന്ന് നാം അല്പം മുമ്പ് കേട്ടു. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ അംഗീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസം എന്നത്. മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവം നൽകിയ കാര്യങ്ങളെ അതിനെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്നത്. പ്രിയ സ്നേഹിതൻ പറഞ്ഞതുപോലെ ഒരു യുവാവ് തൻ്റെ ജീവിതത്തിൽ വിഷാദരോഗിയായി തീർന്ന് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആയിത്തീർന്ന ആ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ വ്യത്യാസമാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതം വലിയ മാറ്റങ്ങളുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ധന്യമായി തീരും. അവൻ്റെ ആശാഭംഗങ്ങൾ വിട്ടുമാറും, അവൻ്റെ നിരാശ വിട്ടുമാറും, അവൻ്റെ വിഷാദം അവനെ വിട്ടുപോകും. അവനെ കർത്താവായി യേശുക്രിസ്തു സ്നേഹിക്കുന്നു എന്നതിലാണ് അവൻ ദൈവമകനായി തീരും. അതുകൊണ്ട് കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, അവനെ അംഗീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സർവശക്തനായ ദൈവം തുറക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുകയായിരുന്നല്ലോ.
ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ദൈവത്തിൻ്റെ വചനത്തിലെ വെളിപ്പാടുകളെ അംഗീകരിക്കുവാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ കർത്താവ് തുറക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുകയാണ്. അവിടുത്തെ വചനത്താൽ അവരെ ഉയർത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലും വലിയ രൂപാന്തരമുണ്ടാകുവാൻ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരാശയോടെ ആയിരിക്കുന്ന, ദുഃഖിതരായിരിക്കുന്ന, വിഷാദത്താൽ പ്രയാസപ്പെടുന്ന നിൻ്റെ മക്കളെ നീ സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവർക്ക് തിരിച്ചു വരുവാനും ആ സ്നേഹമുള്ള ദൈവത്തെ അറിയുവാനും അവിടുന്ന് ഇടവരുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായി കാൽവരിയിലെ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയെ സ്വീകരിക്കണമേ പിതാവേ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രി, ഇമെയിൽ ID satyamsatyamai@gmail.com, ഫോൺ നമ്പർ 8136936648. ഈ പ്രോഗ്രാം സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജിലും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. വചനം മഴയായി പെയ്തിറങ്ങും, സത്യം മലരായി ഇതൾ വിടർത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ.